കച്ചവട നഗരിയിൽ ആരവങ്ങളോടെ പരസ്യപ്രചാരണത്തിന് സമാപനം. കുന്നംകുളം നഗരകേന്ദ്രത്തിലായിരുന്നു 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം. വാശിയേറിയ പ്രചാരണത്തിന് വിരാമമിട്ട് നഗരമധ്യത്തിൽ നടന്ന മുന്നണികളുടെ കൊട്ടിക്കലാശം ആവേശകരമായി. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ പ്രവർത്തകരുടെ ബൈക്ക് റാലികൾ ടൗണിൽ സംഗമിച്ചതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി. പ്രധാന പാതകളെല്ലാം തന്നെ 3 മുന്നണികൾക്കുമായി അവസാന മണിക്കൂർ പ്രചരണത്തിനായി വിട്ടുനൽകിയിരുന്നു. വടക്കാഞ്ചേരി റോഡിൽ LDF പ്രവർത്തകർ ചുവപ്പണിഞ്ഞപ്പോൾ തൃശൂർ റോഡ് UDF പ്രവർത്തകരുടെ മൂവർണ്ണ കൊടികളാൽ നിറഞ്ഞു. പട്ടാമ്പി റോഡിൽ NDA പ്രവർത്തകർ കാവിപ്പടയുമായി സാന്നിധ്യം അറിയിച്ചു. കാവടി, ചെണ്ടമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് ഓരോ മുന്നണിയുടെയും പ്രകടനങ്ങൾ നടത്തിയത്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF പ്രകടനം നയിച്ചതെങ്കിൽ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധങ്ങളുമായാണ് UDF കളം നിറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച ആക്ഷേപഹാസ്യ ഗാനങ്ങൾ UDF ക്യാമ്പുകളിൽ നിന്നും ഉയർന്നു. മുൻ വർഷങ്ങളിലെ കൊട്ടിക്കലാശങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം വൻ ജനപങ്കാളിത്തമാണ് ഇത്തവണയും ദൃശ്യമായത്. കൃത്യം 6 മണിക്ക് തന്നെ NDA പ്രവർത്തകർ കൊട്ടിക്കലാശം അവസാനിപ്പിച്ച് മടങ്ങിയെങ്കിലും LDF, UDF പ്രവർത്തകർ 6 മണി കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോകാതെ പരസ്പരം മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചത് നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കി നഗരത്തിൽ നിന്നും മാറ്റിയത്. ആവേശം അതിരുകടക്കാതെ സമാധാനപരമായി കൊട്ടിക്കലാശം പൂർത്തിയാക്കാൻ സാധിച്ചതോടെ ഇനി നിശബ്ദ പ്രചരണവും വിജയകരമായി പൂർത്തിയാക്കി വോട്ടർമാരെ പരമാവധി ബൂത്തുകളിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. 2 പതിറ്റാണ്ടായി തുടർച്ചയായി ഇടതുപക്ഷം വിജയിക്കുന്ന മണ്ഡലത്തിൽ വിജയം തുടരാനുള്ള പരിശ്രമത്തിലാണ് LDF. കഴിഞ്ഞ 10 വർഷമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെ പ്രചരണം. UDF ആകട്ടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ അരയും തലയും മുറുക്കിയുള്ള പ്രചരണമാണ് നടത്തിയത്. കുന്നംകുളത്ത് വ്യക്തിബന്ധങ്ങളുള്ള KPCC ജനറൽ സെക്രട്ടറിയും UDF മലപ്പുറം ജില്ലാ ചെയർമാനുമായ PT അജയ് മോഹനിലൂടെ മണ്ഡലത്തിൽ ത്രിവർണ്ണക്കൊടി പാറിക്കാനുള്ള ഒരുക്കമാണ് UDF ക്യാമ്പ് നടത്തിയത്. NDA, BDJSന് സീറ്റ് നൽകി തങ്ങളുടെ വോട്ട് സാന്നിധ്യം ശക്തമായി അറിയിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സജീവമായി മുന്നണി എന്ന നിലയിൽ മുന്നോട്ടുവന്ന ദേശീയ ജനാധിപത്യ സഖ്യം വോട്ട് വിഹിതം കുറയാതെ തങ്ങളുടെ കരുത്ത് നിലനിർത്തുമെന്ന് അവകാശപ്പെടുന്നു.